പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് ബേബി ഇൻ ദ യെല്ലോ അഥവാ കുഞ്ഞ ഇൻ ദ മഞ്ഞ. അപ്പോൾ ഈ ഗെയിം ഒരുപാട് ഞാൻ കളിച്ചതാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ആദ്യത്തെ ചാനലിൽ ഇട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും ആ ഗെയിമാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നതെന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ ഗെയിമിൽ ടെൻഡറായിട്ട് ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് 10 സീൻ ഒബ്ജക്ട്സ്. ഞാൻ ഇതിൻ്റെ അറ്റത്ത് അന്ന് കയറിയതാണ്ട് ഇവിടാണ് ഞാൻ. നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ കീ കാണും. ഇനി ഈ കീ വെച്ച് കഥ തുറക്കുമ്പോൾ എന്തത് കീ വെച്ച് കഥ തുറക്കണം നമ്മൾ. ഓക്കെ, ഞാൻ കഥ തുറന്ന് അതേ ഇരിക്കുന്ന നമ്മുടെ ബേബി. ഇവൻ്റെ ഓരോരോ വികൃതരങ്ങൾ കഴിഞ്ഞിട്ടത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ വീഡിയോ കാണണ്ട, കാരണം ആ ചാനൽ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. പ്രസ് ഔട്ട്ഫിറ്റ്സ്. സീക്രട്സ് ഔട്ട്ഫിറ്റ്സ് നോക്കാം. ഇത് മാച്ച് ആഡ് ടു അൺലോക്ക്. ഇതിപ്പോൾ എടുക്കണം നമുക്ക്, വേണ്ട. ഓക്കെ, ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ട് 1 ആണ് നമ്മളിപ്പോൾ ഇന്ന് കളിക്കുന്നത്. ഇത് ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഇവിടെ കണ്ടാണ്. ഓക്കെ, ബോട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മളതിനെ അതെടുത്ത് ചെറുക്കനെ കൊടുക്കണം. പക്ഷേ ഗൈസ്, ഞാൻ അതിൻ്റെ അകത്ത് കളിച്ചിട്ടുള്ളത് ഒറ്റൊരു കാര്യം മാത്രം. സന്തോഷമായല്ലോ. പണി കിട്ടി. എന്തൊക്കെ ഉണ്ട് സന്തോഷം? താഴെപ്പോയി. അയ്യോ, താഴെപ്പോയി. കുഴപ്പമില്ല, നീ വന്നേ. ഇവിടെ സാധനം ഉണ്ടായിരുന്നല്ലോ. അത് കയറിയില്ല. പക്ഷേ പോയിൻ്റ് കിട്ടിയില്ല നമുക്ക്. ഇത് ബേസ് ബോൾ കളിക്കുന്ന സാധനമാണ്. അയ്യോ, അതും കയറിയില്ല. തൽക്കാലം നമുക്ക് എന്താ ചേഞ്ചിങ് ടേബിളിൽ കൊണ്ടുവരുത്താം. എന്നിട്ട് തന്നെ നാപ്പി മാറ്റാം. ഞാൻ പിന്നെ വേറെ ഇത് കാണിച്ചറിയാറ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറുക്കനെ ഇരുത്തണം. എന്നിട്ട് ഇതങ്ങ് നൈസിനങ്ങ് അടയണം. അവനോട് ഇങ്ങനെ ആയിപ്പോവും. എന്താണ് ഉണ്ടോ ഗൈസ്? പക്ഷെ ഷൂട്ടായല്ലോ. കഴിഞ്ഞിട്ട് ഷൂട്ടായിട്ട് തെറിച്ച് വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ നാപ്പി ഇടണം. ഇപ്പം എന്നോട് അപ്രത്യക്ഷമായി പോവോ എന്ന് എനിക്കറിയില്ല. അതോ ഇരിക്കുന്നത്. ഇതെവിടെ വന്നിരിക്കുന്നത്? നോക്കണ്ട. അന്നെന്താ ടേക്ക് ബെഡ് ടു ബേബി. നമ്മൾ ബേബീനെ ബെഡിൽ കൊണ്ട് കിടത്താനാണ് പറയുന്നത്. ഇതാണ് ഇവൻ. സോറിടാ, ഇവിടെ കിടാ. ഹാപ്പിയെ ഫൈൻഡ് സ്റ്റോറി ബുക്ക്. നിൽക്കണേ. ബുക്സ് ആണല്ലോ. ഫ്രീ 6 more souls. നമുക്ക് ഇച്ചിരി പൂച്ചയുടെ സംഭവം കാണും. അത് അതാണ് സോള്. 6 സോൾസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ടോയ് ബോക്സ് തുറക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വായിക്കാൻ വേണം. ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ് എന്നാണ് കഥയുടെ പേര്. ക്രോസ് ദ ഷോർ ബോറടിക്കുന്ന സാധനം ഗൈസ്. സ്കിപ്പ് അടിച്ച് നമുക്ക് പോവാം. ഇതിൻ്റെ അകത്തെ പ്രിൻസാണ്. നമ്മുടെ ബേബീനെ പ്രിൻസിനെ പോലെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും സ്റ്റോറിയുടെ ഒരു അവനുറങ്ങി. ചെറുക്കനെ എടുക്കാൻ പറ്റും? ഇല്ല. നമുക്ക് ക്ലോസ് ആയിട്ട് പോകാം ഗൈസ്. വെയിറ്റ് ഫോർ ഫ്രണ്ട്സ്. വാച്ച് TV ഓൺ സോഫ. സോഫയിലിരുന്ന് അടിപൊളി വെച്ച് TV കാണാനെന്ന് പറയുന്നത്. ടോയ് ബോക്സ് ലോക്ക്. ഞാനിപ്പോൾ സോഫയിൽ അതാണ്ടെ പറഞ്ഞില്ലായിരുന്നോ? അതെ, ഈ സാധനമാണ് സോള്. ഇത് എടുത്തപ്പോൾ ഉണ്ടോ? 12 ഉണ്ട്. നമുക്ക് 12 എണ്ണം ഇടണം. ഓക്കെ, ടോസ്റ്റി 4000 രൂപ. ഇപ്പോൾ ഗിറ്റിനാവും. കൊള്ളാം. നമ്മൾ ഇരുന്ന് ഉറക്കമൊക്കെ തൂങ്ങുന്നുണ്ട്. ഉറങ്ങി. നമ്മൾ ഉണർന്നല്ലോ. നമ്മൾ എന്താ ബേബി അറിഞ്ഞാന്ന് തോന്നുന്നു. സെറ്റിൽ ബേബീനെ സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ മണ്ടേന്ന് വരെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്കും ആ ചെറുക്കൻ താഴെ വരും. കാരണം ഞാൻ ഇത് ആദ്യത്തെ ഇത് മാത്രമേ കളിച്ച. ഞാൻ കഥയൊക്കെ തുറന്നിട്ട് സെറ്റിൽ ബേബിയോ കഴിഞ്ഞോ? ആയിരിക്കുന്ന ചെറുക്കൻ. അയ്യോ സോറിയുടെ ഇങ്ങ് വന്നേ നീ. വേറെ ഇത് കാണിച്ചേ. ഇവിടെ അല്ല. നമ്മളപ്പോൾ ഇത് കിച്ചണിലോട്ട് വേണം. എത്താണ്ടേ പിക്ക് ബേബി എടുത്തിട്ട് അയ്യോ ചെറുക്കൻ താഴെ വന്നിട്ടുണ്ട്. ഇതല്ല ഞാൻ കാണിക്കാൻ നിങ്ങളെ പറഞ്ഞത്. ഓവനിൽ വെച്ചിട്ട് ബേബിനെ ഫ്രൈ ചെയ്യാൻ പോകണം നമ്മൾ. മാറിയിരിക്കാൻ കുറച്ച് ചെറുക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്ത് തെറിച്ച് വരും.
ഓ യു എന്ത് ചെറുക്ക ഞാൻ തമാശ കാണിച്ച എന്ത് ചെയ്യാൻ തെറിച്ചു പോയി ഞാൻ ഗ്ലിച്ചടിച്ച് പോയോ അയ്യോ ഗൈസ് അവനാടി ഇവിടെ വന്ന് കിടക്കുക ആ ചിരിച്ചല്ലോ ഇരിക്കേ ആ ഓക്കെ ഇനി നമുക്ക് വലിയ ഇതൊന്നും വേണ്ട അവനെ ബെഡിലൊക്കെ കൊണ്ടുവരാം അവൻ്റെ ഇവൻ്റെ കാലിലൊക്കെ എന്തോ മുറിഞ്ഞ് പാടുണ്ടല്ലോ എന്തോടാ ദേഷ്യം പാടക്കിടന്ന് കുലുങ്ങുന്നു ഇവൻ ഈ ഗെയിം ഇപ്പം തന്നെ ഇഷ്ടമായിട്ട് നമ്മളിപ്പോൾ എന്ത് പ്ലഷിന് എടുത്തിടാനാണ് നമ്മൾ പൂച്ചയുടെ കഥയല്ലോ പക്ഷെ അപ്പോൾ പൂച്ചയുടെ പ്ലഷിനായിരിക്കും എടുത്തിട്ടുണ്ട് ഇത് പൂച്ച കരയുവാണോ എന്തുവാടാ നീയും കരയാണോ എന്നാ ഞാൻ വേറെ ആരെയും കാണിച്ചല്ലേ ഇത് ചിലപ്പോൾ തട്ടിക്കളയാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താ ഞാൻ എടുത്ത് ഇടുവാണ് നമുക്ക് പിന്നെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക് അന്നേരം ഇടേണ്ട ആവശ്യമില്ല എല്ലാ പ്ലഷൻസും നമ്മളിട്ട് ലീവ് ആൻഡ് ക്ലോസ് ഇടുക നമ്മൾ അടച്ചിട്ട് പോകാനാണ് പറഞ്ഞത് അത് അടച്ചോ ഓപ്പൺ ഓ ഇവിടെ എന്താണ് നമ്മുടെ ഇവിടെ പൊട്ടി കയറിയുന്ന ഓപ്പൺ പിക്കപ്പ് കീ ഇതാണ് തുറന്നിട്ടേക്കാം ഇത് എനിക്കറിയത്തില്ല ഇവിടെ ഒരാളെ ഞാൻ പോയിട്ടുള്ളൂ ഇവിടെ ഒരു സോൾ ഉണ്ടായിരുന്നല്ലോ ഫ്രീ സോൾ കിട്ടുന്നുണ്ട് നമുക്ക് ബിഗ് ഹെഡ് മോഡ് അൺലോക്ക്ഡോ യു ക്യാൻ അക്സസ് ദ സീക്രട്സ് എന്തൊക്കെയാണ് പറയുന്നത് കാരണം ഞാൻ ഇവിടെ സോഫയിലിരുന്ന് വീണ്ടും ടി വി കാണാൻ പോണ ഇത് തന്നെയല്ലേ നേരത്തെ നമ്മൾ കാണിച്ചത് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഉറങ്ങടാ മെയിൻ കോമഡി ആക്കി നമ്മളങ്ങനെ വിചാരമായി ഉറങ്ങിയിരിക്കുകയാണ് ലോഡിങ് ഓക്കെ ലാഫിങ് ലുക്ക് ചാപ്റ്റർ സെലക്ട് ആക്കാം ചാപ്റ്ററൊക്കെ നമുക്ക് ഇതിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് ചെറുക്ക അവിടെ നമ്മൾ വീണ്ടും വന്നോ ഈ ബോട്ടിൽ എന്ത് ചെയ്യും ഓ അത് നമ്മളിവിടെ കണ്ടുപിടിക്കണം എന്ത് ചെയ്ത് ആണ്ടിരിക്കുന്നു ചെറുക്കൻ പണി തുടങ്ങി ഫ്ലവർക്ക് ഇടാൻ പറ്റുമോ പക്ഷേ ഇതെന്താ കേസ് എൻ്റെ അത് വീഴാത്തത് അങ്ങനെ കളിയുണ്ടല്ലോ ചെറുക്കാരെ കൊടുക്കാനാണ് പറഞ്ഞത് വേണ്ട ഇവിടെ ഇരിക്കത്ത നീങ്ങാന്നേ ഷൂട്ട് ഉയ് ഉയ് അയ്യോ താഴെ ഇതാടാ കിണിക്കുന്ന അപ്പോഴും മണ്ടാനാണ് ഗൈസ് അവനെ നമ്മൾ ഉപദ്രവിച്ചാൽ ചിരിക്കും ഇനി എന്താണ് അയ്യോ എന്ത് അയ്യോ കരച്ചിലോടെ ഗൈസ് ചുമ്മാ അടങ്ങിയിരുന്നവർക്ക് നമ്മൾ കരയിപ്പിച്ചിട്ട് ഓക്കെ ഗെറ്റ് നോ സ്നാപ്പി ഓടിപ്പോന്ന് വട്ടായതിന് ഓടേക്ക് ഓ എൻ്റെ തൊപ്പി അയ്യോ ഇതെങ്ങോട്ട് പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒരുപാട് കാണുമ്പോഴേ ഞങ്ങൾ കുഞ്ഞിറക്ക കൊച്ചിറക്കൻ കുഞ്ഞിപ്പോയോ കിട്ടിയല്ലോ സമാധാനമായി മര്യാദയ്ക്ക് കയ്യിലിങ് വന്നപ്പോഴായിരുന്നു ഇപ്പം നക്ഷത്രം ഉണ്ടോ ചെറുക്കൻ അവിടെ കാണുമോ കിച്ചൺ എന്തൊക്കെയാണ് കാണിക്കുക ചെറുക്കൻ അവിടെ കാണണേ നമ്മുടെ ബേബി അവിടെ ഉണ്ട് ടേക്ക് ബേബി ടു ഓക്കെ എന്താണ് ഇപ്പം സംഭവിച്ചത് ചെറുക്കൻ്റെ കണ്ണൊക്കെ എങ്ങനെ ആയിരുന്നല്ലോ ഇത് നമുക്ക് പേടിപ്പിക്കല്ലേ ഞാൻ പേടിയില്ലാത്ത തന്നെ പേടിപ്പിക്കാൻ നോക്കരുത് ടേക്ക് ബേബി ഓക്കെ എന്താ ഫൈൻഡ് സ്റ്റോറി ബുക്ക് സിറ്റ് ഡൗൺ ഷീപ്പ് നിൽക്ക് ഷീപ്പിൻ്റെ പ്ലഷിന് ഇപ്പോഴെപ്പോൾ ഇട്ട് വെച്ചേക്കാം പിന്നെ അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കും
ചെറുക്കൻ ഇപ്പം എന്തോനെ നോക്കി നമ്മൾ നോക്കിയാണോ ഇരിക്കുന്നത്. ഇത് പ്രിൻസ് ആൻഡ് റാബിറ്റ്. അല്ല നമ്മൾ റാബിറ്റിൻ്റെ അല്ലേ എടുക്കാൻ പറഞ്ഞേ. അയ്യോ നമ്മൾ ഇട്ടുകൊടുത്ത നമ്മൾ ഇട്ടുകൊടുത്ത നമ്മുടെ ഷീപ്പിൻ്റെ തട്ടിക്കളഞ്ഞതാണ്ട എടുത്തെറുക്കാൻ. ഇപ്പം ഹാപ്പിയായി. സ്റ്റോറി ബുക്ക് കണ്ടിന്യൂ റീഡി. എന്തായാലും ഇവിടുന്ന് വീണ്ടും കഥ വായിക്കാൻ ചെറുക്കൻ നമ്മൾ നോക്കുന്നുണ്ട്. എന്തുവാ പ്രിൻസ്? ഒരു ഈവിൽ പ്രിൻസിന്റെ കഥയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സത്യം നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലാതെ ഞാൻ ഇപ്പോൾ ചെറുക്കന് പാൽ കൊടുക്കുക, അവനെ കിടത്തിറക്കുക, അത് തന്നെ നിങ്ങൾക്ക് ബോറടിക്കുമോ എനിക്ക് ഡൗട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. വാച്ച് സോഫ ഓൺ ടി വി അല്ല, വാച്ച് ടി വി ഓൺ സോഫ. എന്തുവാ? ഹൂസ് അറ്റ് ദ ഡോർ? ആരാ? ടോസ്റ്റി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കാനാണ് പറയുന്നത്. 1 മിനിറ്റ്. ഈ പാവാളല്ലേ നമ്മളെടുത്ത്? അയ്യോ ഇവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാൻ കേസ്. പോവാ, ഇവിടെ കിടക്കിട്ട് പിന്നെ ഇല്ല. അയ്യോ പത്തിയോ ഓരങ്ങാണ്ട് അങ്ങ് എറിച്ച്. അതിൻ്റെ സം പ്ലേസ് പീസ് ടു വാച്ച് ടി വി. ഓക്കെ, നമ്മൾ വീണ്ടും ടി വി കാണാൻ പോകണ കേസ്. ഇതേ കണ്ണോ തലേന്തൊക്കെ കണ്ണൊക്കെ കണ്ടില്ലേ കേസ്. ഗെയിം കൊള്ളാം കേട്ടോ, എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ഐ വിൽ ഷോ യു. ഇനി എനിക്ക് തോന്നുന്നു ഈ വാചകങ്ങൾ തന്നെ ടെററാണെന്ന് തോന്നുന്നു. ബേബി മോളിപ്പോയി ബേബീനെ സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. എന്തോടെ ലൈറ്റൊക്കെ കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്തോടെ വെച്ചെടുക്കുക? എനിക്ക് പേടിയാവുന്നുണ്ട് കേസ്. ഇനിയുള്ള സീൻസ് ഞാൻ പറയാം കേസ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചൺ നമ്മൾ ഈ ടോസ്റ്റ് ഉണ്ടാക്കുക, അന്നേരം ആ ടോസ്റ്റർ പൊട്ടിത്തെറിക്കും. ഞാൻ പക്ഷേ ഒരു ബ്രെഡ് മാത്രം വെച്ച് നിങ്ങളെ തൽക്കാലം കാണിക്കാം. അതാണ് ഫില്ലിങ്സ് ആഡ് ചെയ്താൽ പറ്റും കേസ്. ഒരു ചീസ് എടുക്കാം, ചീസ് പിക്ക് ചെയ്തിട്ട് വെക്കാം. ഒരു ടൊമാറ്റോ എടുക്കാം, ടൊമാറ്റോയും കൊണ്ടൊന്ന് വെക്കാം. പിന്നെ ഉള്ളി എടുക്കാം, ഉള്ളി കൊണ്ടുവന്ന് വെക്കാം. എന്താണ് പിക്കിളാണെന്ന് തോന്നുന്നു, അച്ചാർ. അതാ നമ്മുടെ മറ്റേ സാധനമാണിത്. ഇത് പുളിഞ്ചിക്കാന്ന് പറയും, അതാണിത്. ഓക്കെ, ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്താണ്? മഷ്റൂം മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ടേക്ക് എ സ്ലൈസ്, മേക്ക് ടോസ്റ്റ്. അപ്പോൾ നമുക്ക് ദൂരോട്ട് പറയാം. ടോസ്റ്റ് പൊട്ടിത്തെറിക്കിപ്പം കേട്ടോ നമ്മുടെ തല ഇറങ്ങി കേസ്. ഫീഡ് ബേബി മോൺസ്റ്റർ. പേടിയായിരുന്നേ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിൻ്റെ സീനാണ് കേസ്, ഇതിൻ്റെ സീനാണ്. ചെറുക്കാൻ അടയ്ക്കല് അടച്ച് എന്ത് അടച്ച് കേസ്, അടച്ച് ചെറുക്കാൻ അടച്ച്. എന്ത് ബഗ് അടിച്ചോ? ഗെയിം ബഗ് അടിച്ചെന്ന് തോന്നുന്നു കേസ്. ഗെയിം ബഗ് അടിച്ച് കിട്ടിയാമോ? ഗെയിം ബഗ് അടിച്ചതെന്നാണ് എൻ്റെ ഒരു ഗെയിം സ്റ്റക്കായി. ഞാൻ ഇനി എൻ്റെ പാർട്ട് കട്ട് ചെയ്തിടണമെന്ന് തോന്നുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ചെറുതായിട്ടൊന്നുകൂടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു. ഇത് ബഗ് തന്നെ ആയിരുന്നു. അങ്ങനെ കണ്ട ഗെയിം ഇതായതാണ്. ടി വി ഓൺ സോഫ എന്നാണ് പറയുന്നത്. ഇനി ആ ക്യാൻസൽ സെറ്റിൽ ബേബി. ഞാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്നിട്ടാണ് വീണ്ടും വന്നത്. ചെറുക്കനെപ്പോൾ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സെറ്റിൽ ചെയ്യാം.
Leave and close the door. Someone finding to eat. Find something into it. Have cheese toasty. ഒന്ന് വെക്കണം. കുറച്ചധികം ബ്രെഡ് ഇടാല്ലേ. ഓക്കെ പ്ലീസ് ടേക്ക് എ സ്ലൈസ്. പിക്കപ്പ് ബ്രെഡ് വേണ്ട. അവിടെ കിട്ടട്ടെ. ഓക്കെ നമ്മൾ ടൊമാറ്റോ കളഞ്ഞു. നമുക്കിനി നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും ഗൈസ്. ഇനി ഇതുപോലെ ഗെയിം ബഗ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല. ബഗ് അടിച്ചല്ലോ സത്യത്തിൽ ഗെയിം ക്രാഷ് ആയതാണ്. ഗെയിം ക്രാഷ് ആയതുകൊണ്ടാണ് നമുക്ക് പണി കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കളിക്കുകയാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ ഗെയിം ക്രാഷ് ആവുന്നൊന്നും ആലോചിക്കുമല്ലോ ഇതിന്. ഇതൊക്കെയല്ലേ എൻ്റർടൈൻമെൻറ്റ്. അപ്പം വെക്കേഷനൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നാളത്തേക്ക് നിൽക്കും സ്കൂളൊക്കെ തുറക്കുകയാണ്. മാറിയൊന്നും നിൽക്കണ്ട, പൊട്ടിത്തെറിച്ച് ഫീഡ് ബേബി മോൺസ്റ്റർ തുറന്നു. വീണ്ടും ഗെയിം ബഗ് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അല്ല ക്രാഷ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ക്രാഷ് ആവും. ക്രാഷ് ആവില്ല. നമ്മളെവിടാണ്? നമ്മളെ ഫ്രീസറിൻ്റെ അകത്താണ്. നമ്മുടെ ബോട്ടിൽ ഇവിടെ ഉണ്ട്. ബോട്ടിലുണ്ട്. പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടതായിരിക്കും? എനിക്ക് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഏതൊക്കെയോ വഴി പോകുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പക്ഷെ നമ്മൾ കറങ്ങി നേരത്തെ വന്നിടത്ത് തന്നെ എത്തുന്നത്. ഞാൻ തൽക്കാലം റൂട്ട് മാറ്റാം. നമുക്ക് വഴി എന്നാണ് തോന്നുന്നത്. എനിക്ക് മിക്കവാറും ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ബോട്ടിലിട്ട് ഫീഡ് ബേബി മോൺസ്റ്റർ. ഇനി നമ്മൾ ഈ ബോട്ടിലോട്ട് കൊടുക്കുമ്പോൾ നാപ്പില്ലേ പിന്നെ പണി വെച്ചിരിക്കുക. അന്നേരം നമ്മൾ വീണ്ടും ചെറുക്കനും നാപ്പി മാറ്റി കൊടുക്കാൻ പോകുമ്പോഴേ കൊടുക്കാൻ പോകുമ്പോൾ ചെറുക്കൻ നമ്മളെ പ്രേതായിട്ടൊക്കെ വന്ന് നമ്മളെ പിടിച്ചും പാവം കേസ് നമ്മളിപ്പം ഞാൻ അത് കാണണില്ലെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണിക്കാം. എനിക്ക് എന്തായാലും പേടിയില്ല. എനിക്ക് പേടിയില്ല. സോൾ ഇവിടെ ഉണ്ട്. സോൾ എടുക്കാം. ഓക്കെ ഭയങ്കര ഇത്തവണ ഞാൻ വീട് ഒന്നുകൂടെ കുറച്ചു സ്റ്റോറീസൊക്കെ പുറത്തിറങ്ങിയ ചെറിയ പോർക്കാ നീ ചെറുക്കൻ എണ്ണീറ്റ് പോയി. ഇനി എന്ത് ചെയ്യേണ്ടത്? ബ്രേക്ക് ദ എമർജൻസി. ഓർക്കാ ഇത് ശല്യമാണ്. ഇത് ചെറുക്കൻ മാറിപ്പോ. പേടിയാന്ന്. പക്ഷെ ഞാൻ പേടിക്കത്തില്ല. എവിടെ ആയിരുന്നു? ഇവിടെ അല്ല. മാറിപ്പോ. ഓർക്കുക ദേഷ്യം വരുന്നു. പേടിയില്ലാത്ത ഞാൻ പേടിപ്പിക്കാൻ നോക്കുക. ഇനി ഓർക്കുക. നീ വാടാ മോനെ. നീ എന്ത് എവിടാ? ഇപ്പം കഴിഞ്ഞിട്ട് വെച്ച് ഓക്കെ നമ്മളതിനെ തളച്ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഈ ചെറുക്കനെ നമുക്കിനി മണ്ടേ കൊണ്ട് കിടത്തണം. ഞാൻ എന്തായാലും ചെറുക്കനെ മണ്ടേ കൊണ്ട് കണ്ണൂർന്ന് ചെറുക്കൻ കണ്ണൂർന്ന്. എന്താ ഇത്? അടുത്തിട്ട് തോന്നുന്നു. സ്റ്റോറി ബുക്ക് ഗൈസ്, പുതിയ സ്റ്റോറി ബുക്ക്. നമുക്കിപ്പോൾ സ്റ്റോറി ബുക്ക് എന്തായാലും വായിച്ചോളൂ. അയ്യാ എന്നെ ബ്ലിങ്ക് അടിച്ച് ചെറുക്കാൻ അതിൻ്റെ അകത്ത് കയറി. അച്ചീവ്മെന്റ് അൺലോക്കഡ്. അപ്പോൾ നമുക്ക് ഇറ്റ്സ് നോട്ട് സ്റ്റോറി ടൈം. ചെറുക്കനെ പിടിച്ച് മെത്ത കിടത്തണം. ഓക്കെ ഗൈസ്, അവനിനി ഫ്ലഷിൻ ഇതോടെ ഉള്ളു ഗൈസ്. ഫ്ലഷിനോടെ കൊടുക്കുകയാണെങ്കിൽ ചെറുക്കാൻ നമ്മളെ വെറുതെ വിടാനൊന്നും ഇല്ല. എനിക്ക് വെറുതെ വിടത്തില്ലേ. കണ്ടോ, നമ്മൾ ഈ സ്റ്റോറി ബുക്ക് വായിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം തുടങ്ങും. ഓക്കെ ഇനി പെട്ടെന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. പ്രിൻസ് ആൻഡ് ദ ഷീപ്പ്.
ഇനി എനിക്ക് പേടിയാണ്, കുറച്ചൊക്കെ പേടിയാവുന്ന വയസ്സ്. ഇത് പ്രിൻസ് എന്ത് ചെന്നായിരുന്നു, പ്രിൻസിന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഞാനതിന് 3 ബ്ലഷിങ്സ് ഒന്നും ഇട്ടില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെറുക്കൻ്റെ ഞാൻ സൗണ്ട് നോക്കിയാണ് മുണ്ടിലോട്ട് വേണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഗെയിം പ്ലേ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഈ ഗെയിം പ്ലേയുടെ വേറെ പാർട്ടിയുടെ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.